ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടല്ല. ഇന്ന് ഞാൻ ഇവിടെ കുറച്ചേറെ ഡ്രസ്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മോളുടെ ആണ്. എൻ്റെ മോളെ നിങ്ങൾ വീഡിയോസിലൂടെയും ഒക്കെ ഫോട്ടോസിലൂടെയും ഒക്കെ കിഡ്സ് വെയർ എല്ലാം ചെയ്ത് ധാരാളം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മോൾക്ക് സിംഗിൾ ടൈം ഒക്കെ യൂസ് ചെയ്തതാണ് പലതും. ചിലത് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതിൽ കൂടുതൽ ഈ പറയുന്ന ഇതിൽ കാണിക്കുന്ന ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആള് പൊക്കം വെച്ചു, ഇനി അത് പാകാവില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് തുണികൾ വെറുതെ കളയുന്നത് വല്ലാത്ത വിഷമമായതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ, അഡ്രസ്സ് അയച്ചു തന്നാൽ, ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക. എനിക്കിതിന് പേയ്മെൻ്റ് ഒന്നും വേണ്ട, നിങ്ങളെ ഷിപ്പിംഗ് എമൗണ്ട് മാത്രം സെൻഡ് ചെയ്താൽ മതി. നിങ്ങൾ തരുന്ന അഡ്രസ്സിലേക്ക് ഇത് അയച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഡ്രസ്സുകളെല്ലാം ഞാൻ കാണിക്കാം. ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. പെട്ടെന്ന് തന്നെ ചെയ്തോളൂ കേട്ടോ. ഇനി കൂടുതൽ പേരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ പീസേ ഉള്ളല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് DM ചെയ്താൽ മതി, അഡ്രസ്സ് അയയ്ക്കുക, അതുപോലെ തന്നെ ഷിപ്പിംഗ് എമൗണ്ടും കൂടി അയയ്ക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. ആദ്യം ഞാൻ അപ്പൊ ആദ്യം ഞാൻ കാണിക്കുന്നത് നല്ലൊരു കോപ്പർ വീവിങ്ങിലുള്ള ഒരു റണ്ണിങ് മെറ്റീരിയലിൽ നമ്മൾ ചെയ്തെടുത്ത ഒരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആണ് കേട്ടോ. ഇതൊരു മിഡി സ്കേർട്ടായിട്ടാണ് വരുന്നത്. മിഡി സ്കേർട്ടിന് താഴെ ഹാൻഡ് പെയിന്റ് ആണ്, നമ്മൾ പെയിന്റ് ചെയ്തിരിക്കുന്നതാണ് ലോട്ടസിന്. മുകളിലേക്ക് ടോപ്പിലേക്ക് വരുമ്പോൾ പ്രിൻസസ് കട്ട് മോഡലിൽ ചെയ്തിരിക്കുന്ന ടോപ്പിൽ ഹാൻഡ് പെയിന്റ് ചെയ്ത് അതിൽ ഹാൻഡ് എംബ്രോയിഡറി കൊടുത്ത് നമ്മൾ ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 4 years സൈസിനൊക്കെ പാകാവേ. 5 years ആണോ? ഓക്കെ, ആ ഒരു സൈസിൽ പാകാവൂ കേട്ടോ. അടുത്തത് ഞാൻ കാണിക്കുന്നത് ഒരു സെമി സിൽക്ക് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്, ഒരു പോളി സിൽക്ക് മെറ്റീരിയൽ. യെല്ലോ കളർ സ്കേർട്ടാണ്, അതിൻ്റെ താഴെ ഒരു ചെറിയ ബോർഡർ ഉണ്ട്. അതിലേക്ക് ടോപ്പായിട്ട് വരുന്നത് ഒരു നല്ല മെറൂൺ കളറിലുള്ള ഒരു ഹാൻഡ് വർക്ക് ചെയ്ത ഒരു ടോപ്പാണ്, സ്ലീവ്ലെസ് ടോപ്പാണ്. ഇതൊരു 3 years ആണ് കേട്ടോ. 3 years, മാക്സിമം 4 yearsന് പറ്റും. ബാക്ക് സൈഡ് വരുന്നത് ദാ ഇങ്ങനെയാണ്. ഇത് ഇവിടെ ഇങ്ങനെ ഒരു ബട്ടണൊക്കെ ആയിട്ട് ഇങ്ങനെ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒന്നല്ലെങ്കിൽ 2 പ്രാവശ്യമാണ് മാക്സിമം മോൾ യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് എനിക്കത് കളയാനുള്ള വിഷമം കൊണ്ട് ഇത് കാണിക്കുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു ഫ്രോക്കാണ്. ഫ്രോക്ക് ഷോൾഡർ പോർഷനിൽ ഇങ്ങനെ കെട്ടൊക്കെ ആയിട്ട് താഴെ ഇത് റോസ് ഗോൾഡ് ആണ് മെറ്റീരിയൽ വരുന്നത്. റോസ് ഗോൾഡിൻ്റെ ടിഷ്യൂ മെറ്റീരിയലാണ്. താഴെ റോസ് ഗോൾഡിൻ്റെ ബോർഡർ ഉണ്ട്. യോക്ക് പോർഷനിലേക്ക് വരുമ്പം നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു ലോട്ടസ് പെയിൻറ് ചെയ്തത് അതിൽ സെറി വീവിങ് കൊടുത്ത് നമ്മൾ തന്നെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ്. ഇത് വരുന്നത് ഒരു 5 years, മാക്സിമം അപ് ടു 6 yearsന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അടുത്തത് നമ്മൾ ഡൈ ചെയ്ത ഒരു സ്കേർട്ടാണ്. റഷ്യൻ ജക്കാർഡ് മെറ്റീരിയലിൽ ഡൈ ചെയ്തെടുത്ത ഒരു സ്കേർട്ടാണ്. ഇതൊരു 6 yearsന് 6 to 7 മാക്സിമം പറ്റുന്നതാണ്. അതിൻ്റെ ടോപ്പ് വരുന്നത് ഈ വൈറ്റ് കളറിൽ തന്നെ സെയിം റഷ്യൻ ജക്കാർഡ് മെറ്റീരിയലിലാണ്. അതിനൊരു ചെറിയ ദുപ്പട്ടയും കൂടി ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും ഡൈ ചെയ്തതാണ്. സ്കേർട്ടും ഇതും നമ്മൾ തന്നെ ഡൈ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. 6 to 7 yearsന് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു സിംഗിൾ യൂസാണ്. നമ്മുടെ കഴിഞ്ഞ ഓണം സെലിബ്രേഷന് മാത്രമാണ് ഇതൊന്ന് ഇട്ടിരിക്കുന്നത്, പിന്നെ അത് ഇട്ടിട്ടേ ഇല്ല കേട്ടോ. ഓണം സാധനങ്ങളൊന്ന് തീർത്തിട്ട് നമുക്കത് എടുക്കാം മോളെ. അടുത്തതൊരു ബ്രൊക്കേഡ് മെറ്റീരിയലിൽ ചെയ്തിരിക്കുന്ന ഒരു സ്കേർട്ടാണ് കേട്ടോ. ഇതൊരു 3 years സൈസാണ് ലെങ്ത് വരുന്നത്. ചുമ്മാ പ്ലീറ്റഡ് സ്കേർട്ട്. അതിന് പെയർ ചെയ്യുന്നത് ഒരു ചെറിയ ഒരു സിമ്പിൾ മിറർ വർക്കുള്ള ഒരു മെറ്റീരിയലിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ടോപ്പും കൂടിയാണ്. ഹോട്ട് പിങ്ക്, അതിൽ ഗ്രീൻ മിറർ വർക്ക്. ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. ഇനി ലാസ്റ്റ് വരുന്നത് ഇത് ഞാൻ സൗന്ദര്യയിൽ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം ചെയ്ത ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് 3 years ഇല്ല 4 വരെ ഉപയോഗിച്ചില്ല. 3 years അതിനെ പറ്റുന്നതാണ്. ഇത് ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ഇതിലൊരു ഇലാസ്റ്റിക് കൂടെ സെറ്റ് ചെയ്തു. ആക്ച്വലി ഇത്
ആക്ച്വലി ഇത് വള്ളിയായിരുന്നു, പക്ഷേ അവൾക്ക് അത് വള്ളി പറ്റുന്നില്ലാത്തതുകൊണ്ട് 3 ഇയേഴ്സ് ആയിരുന്ന സമയത്ത് ഞാനത് ചുമ്മാ ഒരു ഇലാസ്റ്റിക്കും കൂടെ അതിന് സെറ്റ് ചെയ്തതാണ്. 2 ടൈപ്പ് ഓഫ് ബോർഡറൊക്കെ വന്നിട്ട് ഇതിൻ്റെ ബ്ലൗസ് ഒരു പ്രത്യേക ടൈപ്പാണ് കേട്ടോ. നല്ല രസമാണത് കാണാനായിട്ട്. ബാക്ക് കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു പീറ്റർ പാൻ കോളറാണ് വരുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ബാക്ക് പോർഷൻ ഇതാ ഇങ്ങനെ ഒരു ബോയ് ആയിട്ട് വരും. ഈ ഒരു ഇത്രയും ഏരിയ ഓപ്പൺ ആണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ടോപ്പ് വരുന്നത് കേട്ടോ. പിന്നെ ഇനി 2 ബ്ലൗസ് മാത്രമായിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് സ്കേർട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വിഷുവിന് ചെയ്ത ഒരു ബ്ലൗസാണ്. നല്ലൊരു ഡബിൾ ഷെയ്ഡുള്ള ഗ്രീൻ കളർ മെറ്റീരിയലിൽ കണിക്കൊന്നയുടെ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡും ബീഡ്സും വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്. ഇതൊരു 4 ഇയേഴ്സ് ഉള്ള കുട്ടിക്ക് പാകാവുന്ന ബ്ലൗസാണ്. പിന്നെ 3 ഇയേഴ്സ് ഉള്ള കുഞ്ഞിന് പാകാവുന്ന ഒരു അര ബ്ലൗസാണ് കേട്ടോ. അതായത് സാരി ബ്ലൗസ് പോലത്തെ ചെറിയ ബ്ലൗസ് 3 ഇയേഴ്സ് ഉള്ള കുട്ടിക്ക് പാകാവും. ഇതിലും ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. സ്ലീവ്സ് വരുന്നത് ഒരു ചെറിയ പഫ് സ്ലീവ് ഒക്കെ ആയിട്ടാണ്. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ബ്ലൗസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഫ്രോക്കുകൾ കാണാം. കുറച്ചേറെ ഫ്രോക്കുകളുണ്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് ഞാൻ കാണിച്ചേക്കാം. ആദ്യം കാണിക്കുന്നത് ഞാനൊരു ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് കാണിക്കുന്നത്. പ്യുവർ വൈറ്റും റെഡും കോമ്പിനേഷൻ കൊടുത്ത് അതിൽ യോക്ക് പോർഷനിലേക്ക് ബീഡ്സ് വർക്കൊക്കെ ചെയ്ത് ഒരു നല്ല ഒരു ഫ്രോക്കാണ്. ഇത് വരുന്നത് ഒരു 5 to 6 ഇയേഴ്സ് മാക്സിമം അത്രയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് വരുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ഫ്രോക്കാണ്. കുറച്ച് വർക്കൊക്കെയുള്ള മെറ്റീരിയലിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു പാർട്ടി വെയർ ആണ്. സിമ്പിളായിട്ടുള്ള ഫ്രോക്കായിട്ടാണ് വന്നിരിക്കുന്നത്, പക്ഷേ ഒരു സ്റ്റിൽ ഭയങ്കര വർക്കുള്ളതാണ് കേട്ടോ. ഇതും ഒരു 5-6 ഇയേഴ്സിന് പറ്റും. അടുത്തത് കുറച്ചുകൂടെ ഇതൊക്കെ റെഡിമെയ്ഡ് ഉടുപ്പുകളാണ് കേട്ടോ. ഇതൊക്കെ മോൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ ഉടുപ്പാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചതും ഇതുമൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇത് 4 to 5 ഇയേഴ്സ് സൈസാണ് വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് ഞങ്ങൾ മോളുടെ 4 ഇയേഴ്സ് ബർത്ത്ഡേക്ക് ചെയ്ത ഒരു ഫ്രോക്കാണ് ഇത്. ഇതിൽ മുകളിലേക്ക് നല്ലൊരു ഗ്ലിറ്ററി ഫിനിഷൊക്കെ വന്നിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡാണ് താഴേക്ക് വരുന്നത്. അത് ഒരു ഓഫ് ഷോൾഡറാണ് കേട്ടോ. 1 സൈഡ് മാത്രമേ ഷോൾഡർ ഉള്ളൂ. ഈ സൈഡ് പ്ലെയിൻ ആണ്. ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. അടുത്തത് ഞാനൊരു ലെഹങ്ക കാണിക്കാം. ലെഹങ്കയുടെ സ്കേർട്ട് വരുന്നത് ഇങ്ങനെയാണ്. നെറ്റ് മെറ്റീരിയലാണ്. ആദ്യം നെറ്റിലേക്ക് നമ്മളിത് കംപ്ലീറ്റ് ഈ ഡിസൈൻസ് ആപ്ലിക്ക് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ്. അതിനൊരു ബെൽറ്റ്, പിന്നെ അതിനൊരു ഷോള്, ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കോംബോ വരുന്നത്. സൗന്ദര്യയുടെ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ലെഹങ്കയാണിത്. ഇതൊരു 4 to 5 ഇയേഴ്സ് ആ ഒരു ഏജിന് പറ്റുന്നതാണ്. അടുത്തത് ഞാൻ കാണിക്കുന്നത് മനസ്സിലായില്ലല്ലോ. എൽസയുടെ ഡ്രസ്സിന്റെ ആ ഒരു പാറ്റേണിൽ നമ്മൾ ആഷുവിന്റെ 6th ബർത്ത്ഡേക്ക് ചെയ്തെടുത്ത ഒരു ഫ്രോക്കാണിത്. ഒരു നിറയെ വർക്കാണ് കേട്ടോ. ഇത് ഫുള്ള് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഒരു സിൽക്ക് ടൈപ്പ് ഓഫ് മെറ്റീരിയലിലേക്ക് ഹാൻഡ് വർക്ക് ചെയ്ത് സ്ലീവ് വരുന്നത് ഡിസൈനർ നെറ്റ് മെറ്റീരിയൽ, അതുപോലെ കേപ്പ് വരുന്നതും ഒരു സീക്വൻസ് നെറ്റ് മെറ്റീരിയലിലാണ് കേപ്പ് വരുന്നതും. അപ്പോൾ ഇങ്ങനെയാണിത്. ഇതൊരു 6 ഇയേഴ്സ് കൊച്ചിന് പെർഫെക്റ്റ് ആണ്. പക്ഷേ പറഞ്ഞ പോലെ ബർത്ത്ഡേ ഫ്രോക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രം, ഇച്ചിരി ഹെവി ആയതുകൊണ്ട്. ഇത് 3 ഇയേഴ്സിന് ഉള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ. ഇതൊക്കെ ഗിഫ്റ്റാണ്, നമ്മൾ ചെയ്തതല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല. പിന്നെ ഒരു സ്കേർട്ടും ബ്ലൗസും കൂടെ ഉണ്ട്. ഇതിനിടയിൽ പെട്ടുപോയതുകൊണ്ട് ആദ്യം കാണിക്കാൻ പറ്റിയില്ല. ഇതും ഗിഫ്റ്റാണ്, അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. ഇങ്ങനെ ആണ് ഇതിൻ്റെ ഒരു ഇത് 4 ഇയേഴ്സ് ആ ഒരു സൈസാണ്. ശരി. ഇത് വേറൊരു ഫ്രോക്ക്. ഇങ്ങനെ ഒരു സൈഡിലെ സ്ലീവ് വരുന്നത് ഒരു ന്യൂഡിൽ സ്ട്രാപ്പാണ്. മറ്റേ സൈഡിൽ കുറച്ച് വർക്കൊക്കെ ആയിട്ട് ഇങ്ങനൊരു സിമ്പിൾ ഫ്രോക്ക്. ഇത് 5 ഇയേഴ്സിനുള്ള സൈസാണ്.
ഞാൻ യൂട്യൂബിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് ഇട്ടേക്കാം. ഇൻസ്റ്റയിൽ എനിക്കിത് ഫുള്ളായിട്ട് ഒറ്റ റീലായിട്ട് ഇടാൻ പറ്റുമെന്ന് ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ഫുള്ളായിട്ട് ഇട്ടേക്കാം. അപ്പം ഇൻസ്റ്റയിൽ ചെറിയൊരു ഷോർട്ടായിട്ട് ഇട്ടിട്ട് ബാക്കി യൂട്യൂബിൽ പോയി കണ്ടാൽ മതി. അപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമല്ലോ. ഇതും ഒരു ഗിഫ്റ്റ് കിട്ടിയ ഫ്രോക്കാണ്. നല്ല റെഡ് കളറ്, ഹെവിയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ഒരു 5 to 6 ഇയേഴ്സിനുള്ള ഏജിന് പറ്റുന്നതാണ്. അടുത്ത ഫ്രോക്ക് റെയിൻബോ ആണ്. ഇത് മോളുടെ ആനുവൽ ഡേക്ക് സ്കൂളിൽ നിന്ന് കൊടുത്ത ഫ്രോക്കാണ്. അപ്പോൾ ആ ഒരു ആനുവൽ ഡേക്ക് മാത്രമേ ഇത് ഇട്ടിട്ടുള്ളൂ കേട്ടോ, പിന്നെ അത് ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ റെയിൻബോ ഒരു ഷെയ്ഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ. ഇത് 4 ഇയേഴ്സ് അല്ലേ, 4 to 5 ഇയേഴ്സ് ഒക്കെ സുഖമായിട്ട് ഇടാൻ പറ്റും കേട്ടോ. അടുത്തത് 3 ഇയേഴ്സിന് പറ്റിയതാണ്. ഇതൊരു ചെറിയ സിൽക്ക് ടൈപ്പ് ഓഫ് മെറ്റീരിയലിൽ നമ്മൾ തന്നെ ചെയ്ത ഒരു നെറ്റും അതിനൊരു ഇങ്ങനെ ഒരു പാറ്റേണിലാണ് കേട്ടോ അതിൻ്റെ ഹെം പോർഷൻ വരുന്നത്, ഇങ്ങനെ ചെരിഞ്ഞ് ആ ഒരു രീതിയിലുള്ളത്. 3 ഇയേഴ്സിനാണ് പറ്റുള്ളത്. അടുത്തൊരു ഫ്രോക്ക് വരുന്നത് ഇതും സ്കൂളിലെ ഡാൻസിൻ്റെ ആണെന്ന് തോന്നുന്നല്ലേ. സ്കൂളിലെ ആനുവൽ ഡേയുടെയാണ്. അതേന്ന് വിട കാണട്ടെ ആളുകൾ. ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ യോക്ക് പോർഷനൊക്കെ വരുന്നത്. ഇത് 6 ഇയേഴ്സ് ആ ഒരു ഏജിനുള്ളതാണ്. ഇല്ല 6 ഇല്ല 5 ഇയേഴ്സ് UKG. അടുത്ത ഫ്രോക്ക് വരുന്നത് ഇത് നമ്മൾ തന്നെ ചെയ്തതാണ്. യെല്ലോ കളറിൽ ഗ്രീൻ ഡിസൈനൊക്കെ വരുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്ക്. ഇതൊരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലല്ലേ ഇതിട്ടത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ആ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് പാകമാവും. അപ്പോൾ ഇത്രയും ഫ്രോക്കുകളാണ് നമ്മൾ ഡ്രസ്സുകളാണ് ഇപ്പോൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇനി ഇതിൽ കൂടുതൽ എനിക്കിപ്പോൾ എൻ്റെ ഡ്രസ്സുകൾ വേണമെങ്കിൽ ചെയ്യാം. ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് ഉപയോഗിക്കാത്തതും എന്നാൽ കളയാൻ തോന്നാത്തതുമായ ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് ആളുകൾക്ക് ആവശ്യപ്പെടുവാണെങ്കിൽ, യൂസ് ഉള്ളതാണെന്ന് കാണുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അഡ്രസ്സും ഡീറ്റെയിൽസും തന്നാൽ മതി. ഞാൻ വാട്സപ്പ് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. സ്ക്രീൻഷോട്ടിൽ എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താലും മതി. അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന അഡ്രസ്സിലേക്ക് നമുക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.